ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയുന്നു, ഞങ്ങൾ ഈ സംഭവങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങൾ ലേശം കൂടുതൽ വന്നിട്ടുണ്ട്, അതൊന്നും ഞങ്ങൾ കണക്കെടുക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ സമാധാനം പുലർത്താൻ വേണ്ടി നിലകൊള്ളുന്നവരാണ്. എന്നാൽ ഞങ്ങൾ സമാധാനം പുലർത്താൻ എത്രത്തോളം ആഗ്രഹിച്ചാലും അതൊന്നും അംഗീകരിക്കാതെ വീണ്ടും കുതിര കയറാനാണ് വരുന്നതെങ്കിൽ അത് പ്രയാസകരമുണ്ടാക്കുന്ന സാഹചര്യമായിരിക്കും എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിമാനം സംരക്ഷിക്കാൻ, ഈ കത്തോടി അങ്ങാടിയിൽ പുലർന്ന സമാധാന അന്തരീക്ഷം കാത്തുസൂക്ഷിക്കാൻ ഇവിടെ ഏതെങ്കിലും വന്ന അക്രമകാരികൾ വന്ന് ഒരു നിമിഷം കൊണ്ട് ഈ നാടാകെ കൈയടക്കി പോകാൻ കഴിയുമെന്നും ഇവിടെ ആളുകളെ പേടിപ്പിച്ചു നിർത്താൻ കഴിയുമെന്നുമുള്ള ആ ഭീകരമായ താണ്ഡവത്തിന്റെ മുമ്പിൽ ധൈര്യപൂർവ്വം പ്രതിരോധിപ്പിച്ച് അവർക്ക് ചോദിച്ചതിന് മറുപടി അപ്പോൾ തന്നെ കൊടുത്ത ഈ ധീരരായ സഖാക്കളുടെ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനിയും തുടരുക തന്നെ ചെയ്യും. ഇതിനോടൊപ്പം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതിശക്തമായിട്ട് പിന്നിലുണ്ടാകും. ഈ സഖാക്കൾ അഭിമാനപൂർവ്വ പ്രവർത്തനത്തിനെല്ലാം നേതൃത്വം കൊടുക്കും എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ജയിലിൽ വെച്ച് പാർട്ടിക്ക് വേണ്ടി ദീർഘമായ ദിവസങ്ങൾ, പ്രത്യേകിച്ചും വിഷു ഉൾപ്പെടെയുള്ള ദിവസം സ്വന്തം വീട്ടില് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെയാണ് ഒരു സഖാവ് ജയിലിൽ പോകേണ്ടി വന്നത്. മറ്റ് സഖാക്കൾ വിഷു കഴിഞ്ഞതിന് പിറ്റേ ദിവസം പോകേണ്ടി വന്നു. വളരെ പ്രയാസമുള്ള ദിവസങ്ങളാണ്. ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്ത് വീട്ടിൽ പലപ്പോഴും എത്തിച്ചേരാത്തതിന് പകരം വീട്ടിലും ഒന്ന് കൂടുതൽ കൂട്ടുകളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വ്യക്തിപരമായ കാര്യങ്ങളിലേക്കും ജോലികളിലേക്കും എല്ലാം തിരിഞ്ഞു പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ പ്രയാസകരമായ സാഹചര്യത്തിലേക്ക് സഖാക്കൾക്ക് പോകേണ്ടി വന്നത്. ആ അഭിമാനകരമായ ദൌത്യം പാർട്ടിക്ക് വേണ്ടി ഏറ്റെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു. എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.